സ്വാഗതം. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI ഇന്ത്യ രാജ്യവ്യാപകമായി നടത്തുന്ന JCI വാരാഘോഷം 2025 ഭാഗമായി എടക്കര ഗോൾഡൻ വാലി വിവിധ പരിപാടികൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ സെപ്റ്റംബർ 15 വരെയാണ് പരിപാടികൾ നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ എടക്കര ബസ് സ്റ്റാൻഡിൽ പതാക ഉയർത്തുന്നതോടെയാണ് ആരംഭിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിശീലനം, തൊഴിൽ, ലൈഫ് സ്കിൽസ്, ഡിജിറ്റൽ ലിറ്ററസി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം, ഇൻഡോർ ഔട്ട്ഡോർ സ്പോർട്സ് മത്സരങ്ങൾ, ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പ്, യോഗ സെഷനുകൾ, വിജയിച്ച സംരംഭകരുമായി അഭിമുഖം, ബിസിനസ് നെറ്റ്വർക്കിംഗ് മീറ്റ് എന്നിവയെല്ലാം തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. നാളെ മുതൽ തുടങ്ങി 7 ദിവസത്തേക്ക് 15-ാം തീയതി വരെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് വെക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. സോ അതിൻ്റെ ഭാഗമെന്നോണം പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലുള്ള ഒരു ട്രെയിനിങ് വിദ്യാർത്ഥികൾക്കും അതുപോലെ JCI അല്ലാത്ത ആളുകൾക്കൊരു പ്രൊഫഷണൽ ട്രെയിനിങ്ങും നാളെ JCI 2ാമത്തെ ദിവസം 10-ാം തീയതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി 3ാമത്തെ ദിവസം 11-ാം തീയതി നമ്മളൊരു സ്പോർട്സ് ഇവൻ്റാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മൂത്തേടം ഭാഗത്ത് JCIയുടെ കെയർ ഓഫിൽ ഒരു സ്പോർട്സ് ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹെൽത്തിനും ഫിറ്റ്നസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡേ ആണ് 3ാമത്തെ ദിവസം. ആ ദിവസത്തിൽ നമ്മൾ ഫിറ്റ് JCI ചലഞ്ച്, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിനെ പറ്റിയിട്ട് ഒരു ഫിറ്റ് ചലഞ്ച് നടത്തുന്നുണ്ട്. അതും JCI നടത്തുന്നത് 3ാമത്തെ ദിവസം. ഇനി 4ാമത്തെ ദിവസം JCI ബിസിനസ് മേഖലയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ബിസിനസിനെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ് JCI മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അതിൻ്റെ ഭാഗം എന്താണോ JCIയുമായി സഹകരിക്കുന്ന മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഒരു നെയിം ബോർഡ് വിത്ത് JCI ലോഗോ, JCIയുടെ ലോഗോയോട് കൂടിയിട്ട് ഒരു നെയിം ബോർഡ് എടക്കര മേഖലകളിൽ JCIയുമായി കണക്ട് ചെയ്യുന്ന എല്ലാ ബിസിനസ് ആളുകൾക്കും നമ്മൾ ചെയ്യാൻ പറ്റും. സാംസ്കാരിക പരിപാടികളോടെ വാരാഘോഷം 15-ന് സമാപിക്കുമെന്ന് പ്രസിഡന്റ് JC സിറാജുദ്ദീൻ പറഞ്ഞു. സെക്രട്ടറി ആഷിഖ് ഹംസ, മുൻ പ്രസിഡന്റും ജയ്കോം ചെയർമാനുമായ PM ജയപ്രകാശ്, പ്രോഗ്രാം ഡയറക്ടർ ഷിമിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര.